Hello guys, welcome to Pedia. What's up? എന്താണ് പരിപാടി? Today is November 1. November 1 ഞാൻ കയറി പറഞ്ഞു കേരളപ്പിറവി. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇവിടെ ദീപാവലി ആഘോഷം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ബാഡ് എന്നല്ല, ആഘോഷമൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഞങ്ങളിവിടെ കാനഡയിലെ കേസ് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ അറിയില്ല എത്ര പേർക്ക് ഇത് അറിയാന്നുള്ളത്, പക്ഷെ ലോകത്ത് ഇപ്പൊ എല്ലായിടത്തും ഇന്ത്യൻസിനെതിരെ കോമൺ ആയിട്ട് ഒരു ഹീറ്റ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, അത് ആക്ച്വലി ഉണ്ടല്ലോ സത്യം. കാരണം എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് അബ്നോർമൽ ആയിട്ട് കുറെ ഈ ഇന്ത്യൻസിനെ കുറ്റം പറയുന്ന വീഡിയോ, ടോട്ടലായിട്ട് റേസിസം വി ക്യാൻ ഫീൽ ഇറ്റ്. കാര്യം നമ്മളിപ്പോ സ്ഥലത്താണ്, ഈവൻ നമുക്കിപ്പോ പണ്ട് നമ്മളിപ്പോ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ അടുത്ത ആൾക്കാർ കണ്ടു വേണ്ടിക്കൊണ്ടിരുന്നത്, കാര്യം അമേരിക്കയും കാനഡയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അമേരിക്കയിലെ ആൾക്കാർ ഇച്ചിരിയും കൂടെ ഹോസ്റ്റലായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഇനീഷ്യലി പെരുമാറുക. കനേഡിയൻസ് എപ്പോഴും വെൽക്കമിങ് ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു ഹായ് പറയാ, ഗുഡ് മോർണിംഗ് പറയാ, ഒരു താങ്ക് യു പറയാ. അത് എപ്പോഴും അവരുടെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ്. അവർ ഭയങ്കര കൈൻഡ്നെസ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ വന്നപ്പോൾ ഫീൽ ചെയ്ത കാര്യം ഒന്ന്. പക്ഷെ ഇപ്പൊ അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു, പൊതുവെ നമ്മളിപ്പോ പല പബ്ലിക് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്താണെങ്കിലും അവരെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ റെസ്പോൺസുകൾ തമ്മിൽ ചെറിയൊരു ഇത് കുറഞ്ഞ തോന്നലായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ജനറലി ഒരു കോമൺ ആയിട്ട് ഒരു ഹേറ്റ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്റെ അൽഗോരിതത്തിൽ എന്തോ മിസ്റ്റേക്ക് വന്നതല്ല. അല്ല, ഇത് പറയാൻ കാര്യം നമ്മളിപ്പോ പല പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് സീക്രട്ട് ആയിട്ട് നമ്മുടെ മനസ്സിൽ പറയാനുള്ള ഒപ്പീനിയൻ, ലൈക്ക് കൺഫെഷൻ പോലത്തെ പേജുകൾ, ഇഷ്ടംപോലെ പേജുകളുണ്ട്. സോ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഞങ്ങൾ കാൽഗരി എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കാൽഗരിയുടെ അനോണിമസ് പേജിൽ നിന്ന് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ലോട്ട് ഓഫ് ഹേറ്റ്. ഈവൻ ഞാനകത്ത് കാണുന്നുണ്ട് ഇന്ത്യൻ ആൾക്കാർ ഹേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ വേ ദാറ്റ് വി ആർ ബിഹേവിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സൊസൈറ്റി. അതായത് നമ്മളിപ്പോൾ എങ്ങനെ പറയാം, സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ എഡ്മണ്ടണിൽ ഒരു സംഭവം നടന്നു. ദീപാവലി ആഘോഷമാണ്. ദീപാവലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ത്യക്കാർ പടക്കം പൊട്ടിക്കും. കാര്യം ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫെസ്റ്റിവൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാനഡയിൽ പൊതുവെ ഫോൾ സീസൺ തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഡ്രൈ ആണ് കാലാവസ്ഥ. അപ്പോൾ എല്ലാവരും നാട്ടിലിരിക്കും. തണുപ്പാവുന്ന സമയത്ത് എങ്ങനെ തീ കത്താന്നായിരിക്കും. ഇപ്പോൾ തണുപ്പാവുന്ന സമയത്ത് പൊതുവെ എല്ലാ മരങ്ങളും പുല്ലും എല്ലാ സാധനങ്ങളും ഉണങ്ങും. അപ്പോൾ ആ സമയത്താണ് ഒരു ഫയർ വർക്ക്സ് നടക്കുന്നത്. ഒരു ഇന്ത്യൻ ഫാമിലി നടത്തിയ ഫയർ വർക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു വെള്ളക്കാരൻ്റെ വീടിന് ഫുള്ളായിട്ട് കത്തിച്ചു. ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതൊരു ഇൻസ്റ്റൻസ് ആണ് കേട്ടോ, ഒരു ഇൻസ്റ്റൻസ് സംഭവിച്ചത്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ കരോള് പോണ പോലെ തന്നെ ദീപാവലിയായിട്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് പോവുക, പ്ലാസകളിൽ നടുക്ക്, അതായത് മാളിൽ നടക്കുക, കുറേ സ്ട്രിപ്പ് മാൾ എന്ന് പറയും, കുറേ കടകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന് നടുക്കൊരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് പോലെ ഉണ്ടാവും. അതിൻ്റെ നടുക്ക് കിടന്നിട്ട് ഇതുപോലെ കുറേ പടക്കം പൊട്ടിക്കുക, കുറേ ബഹളം ഉണ്ടാക്കുക. ഞാൻ നാട്ടിൽ പോലും ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടല്ല, സത്യമായിട്ട്. ദാറ്റ് ഈസ് വെരി ട്രൂ. ഇപ്പോൾ യെസ്, കാരണം ഞാനും അത് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്ന പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ലൈക്ക് ഐ എം നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. പക്ഷേ ലൈക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വിച്ച് ആക്ച്വലി മേക്സ് വെരി ബിഗ് സെൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫീഡ് ആസ് ഐ സൈഡ് ഫുള്ള് ഇപ്പോൾ ഹെയ്റ്റാണ്. ലൈക്ക് ഐ വാസ് തിങ്കിങ് പണ്ടുള്ള പോലെ തന്നെയാണ്. പക്ഷെ നോ, ഐ തിങ്ക് കുറേ എസ്കലേറ്റ് ചെയ്ത് ഒരുപാട് ദൂരം പോയിട്ടുണ്ട്. പിന്നെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ കാനഡയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വി ആർ ബ്രൗൺ ഓഫ് കോഴ്സ്. ഇപ്പോൾ ഒരു എനിക്ക് ലൈക്ക് ഐ ഫീൽ അഷെയിംഡ് ദാറ്റ് ഐ എം ബ്രൗൺ, യു നോ വാട്ട് ഐ മീൻ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ദേ ലവ്ഡ് അവർ പീപ്പിൾ, ദേ ലവ് അവർ കൾച്ചർ എല്ലാം. പക്ഷെ നമ്മളൊരു വേറെ സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ മൊത്തത്തിൽ അവരെ പോലെ ആവണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നമ്മുടെ കൾച്ചറോ നമ്മുടെ ഇതോ എല്ലാം വിട്ടാണെന്നും ഞാൻ പറയില്ല. ബട്ട് ഹാവ് സം റെസ്പെക്ട് ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി വിച്ച് ഇസ് ഓൾറെഡി ബീൻ ലിവിങ് ദർ. കാര്യം നമ്മളിവിടെ വന്നത് നമ്മുടെ സ്ഥലമാക്കാൻ വേണ്ടിയിട്ടോ, ഇത് കേരളമാക്കാനോ അല്ലെങ്കിൽ ഇത് ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിവിടെ വന്നത്. നമ്മളിവിടെ വന്നത് ഇത് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇഫ് വി വാണ്ട് എവറിത്തിങ് വി ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ഹോം. എവറിത്തിങ് എല്ലാം നമ്മുടെ ദീപാവലി ആഘോഷം, ഓണാഘോഷം എല്ലാം അവിടെ ഇല്ലേ. നമ്മളെന്തിനാ ഇപ്പൊ ഒരു ക്ലോസ് സ്പേസ് എടുത്ത് ആഘോഷിക്കുന്നത് ഈസ് വെരി റൈറ്റ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ളവരുടെ ഇപ്പൊ വഴി കൂടെ പോണ ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്തും ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ വീടിന്, നമ്മുടെ വീടിനാണ് അങ്ങനത്തെ ഒരു വേറൊരാൾ വന്നിട്ട് ആഘോഷിച്ചുകൊണ്ട് തീയിട്ടുണ്ടെങ്കിൽ what would we think? ബ്രൂട്ടലാണ്. ഇതിപ്പോ ഞാൻ വേറൊരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാ ലേക്ക് അവിടെ ഇങ്ങനെ ദീപം കത്തിക്കുന്നു, എന്താ ബ്ലോക്കിംഗ് ട്രാഫിക്, അതൊക്കെ അവര് ഗണപതിനെ ഒഴുക്കുന്നു. എനിക്ക് തോന്നുന്ന സംഭവം നടന്ന് മിസ്സാകേലും പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരുന്നു. So that's not nice in my opinion and I feel so ashamed. ഇപ്പോൾ to
like And as I'm feeling what's going on റൈറ്റ് നൗ ഇത് കാനഡയിൽ മാത്രമല്ല സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇത് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, UK, ഓൾ ഓവർ യൂറോപ്പ് സംഭവിക്കുന്നുണ്ട്. കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. എല്ലായിടത്തും ഇതുപോലത്തെ മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശം എക്സ്പീരിയൻസസ് ഇന്ത്യൻസും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കാര്യങ്ങൾ ഇന്ത്യൻസ് ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല, എല്ലാ ഇന്ത്യക്കാരും ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുമല്ല. പക്ഷെ ചിലർ ചെയ്യുന്ന ആക്ഷൻ കൊണ്ട് ഒരു ഫുൾ സൊസൈറ്റീനെയാണ് ലിറ്ററലി അവർ ഫ്രെയിം ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. സോ നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, പറയണോ? ഇല്ല, പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് ആ കമ്മ്യൂണിറ്റിപ്പെട്ട എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയണേ. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര നാണക്കേടല്ലേ ഗൈസ് ഇത്. ലൈക്ക് യുനോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് ഇറ്റ്. ആൻഡ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ വി ലിവ് ഇൻ കാനഡ ഓർ ലൈക്ക് യു പീപ്പിൾ ലിവ് ഇൻ ഓസ്ട്രേലിയ വേറെ. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ആൾക്കാരും അവിടുത്തെ കൾച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്യാന്നല്ല, നമ്മുടെ അവിടുത്തെ കൾച്ചർ കൊണ്ട് അവിടെ കൊണ്ട് ഡംപ് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ. ഐ തിങ്ക് ദാറ്റ്സ് വെരി റോങ്. അപ്പോ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ലോട്ട് ഓഫ് വീഡിയോസ് ഗോയിങ് ഓൺ. ഇപ്പോൾ അവിടെ അത് ചെയ്യണു ഇത് ചെയ്യണു ആൻഡ് ദെൻ ഓൾ ഓവർ ദ കമന്റ്സ് എല്ലാവരും ഡിച്ച് ചെയ്യണം ഇന്ത്യൻസ്. യു സ്റ്റിങ്സ്, ഗോ ബാക്ക് ടു യുവർ കൺട്രി, ഗോ ബാക്ക് ടു യുവർ ഡാഷ് കൺട്രി. എന്താണ് വൈ ഡോണ്ട് യൂസ് എ ഡെയോഡറന്റ് എന്തെങ്കിലും ലൈക്ക് യു നോ ഇറ്റ് ഡസന്റ് മേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ എല്ലാം കാരണം നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് ഒരു പരിധി വരെ. ലൈക്ക് ഐ എം നോട്ട് ജനറലൈസിങ് എവരിബഡി, പക്ഷെ there's like certain group of people who doesn't care what you know others think and what not. റെസ്പെക്ട് കൊടുക്കുക. നമ്മൾ വേറെ സ്ഥലത്ത് വന്ന് ജീവിക്കണമെങ്കിൽ ഗീവ് റെസ്പെക്ട് ടു ദ അതർ പീപ്പിൾ ഹു ആർ ലിവിങ് ദെയർ. ടു ഒരു സിവിക് സെൻസ് ഉണ്ടാവുക, ഒരു ബോധം ഉണ്ടാവുക, എന്താ ചെയ്യേണ്ടത്, എവിടെ എന്താ ചെയ്യുക, എപ്പോ ലൈക്ക് ലീവ് വിത്ത് നേച്ചർ. That is very true. I hope you all understand what's actually going on and എന്താണ് ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടെ ഞങ്ങൾ കുഞ്ഞു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.